നെക്സ്റ്റ് നമ്മൾ ജാനുവരി 2017 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു തിയറി പറയാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററാണ്. അപ്പോൾ എന്ത് ഈ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻലി DC ജനറേറ്റേഴ്സ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൽഫ് എക്സൈറ്റഡ്, സെക്കൻഡ് വൺ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയും. ഇനി ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ തന്നെ എഗെയിൻ 3 എണ്ണം ഉണ്ട്. ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. ഇനി ഈ കോമ്പൗണ്ടിൽ തന്നെ എഗെയിൻ 2 എണ്ണം ഉണ്ട്. ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. അപ്പോൾ നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിരിക്കും, ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിട്ടുള്ള മെഷീൻസാണ് കൂടുതലുള്ളത്. അതിൽ ഷണ്ട്, സീരീസ് ആൻഡ് കോമ്പൗണ്ട് കോമ്പിനേഷൻസ് ആണല്ലേ. അതിൽ തന്നെ ഷോർട്ട് ഷണ്ട് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഈ ജനറേറ്റേഴ്സൊക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻസ് നോക്കാം. അതിൻ്റെ സർക്യൂട്ട്, ജസ്റ്റ് ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കാം നമുക്ക്. അപ്പോൾ അത് അറിഞ്ഞിരുന്നാലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഷണ്ട് നോക്കാം. ഷണ്ട് മെഷീൻസ് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ജനറേറ്റർ വരയ്ക്കുക. ഇതാണ് ജനറേറ്ററിൻ്റെ ആർമേച്ചർ. ഷണ്ട് മെഷീൻസ് ആകുമ്പോൾ ജനറേറ്റർ എന്താ ചെയ്യുക, ഇലക്ട്രിക്കലിനെ മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, RSH. ഇവിടെ കറണ്ട് ISH ഉണ്ട്. ജനറേറ്റർ എപ്പോഴും കറണ്ട് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. അതായത് ഇലക്ട്രിക്കലിനെ മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് ലോഡിന് സപ്ലൈ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ലോഡ്. അപ്പോൾ IA ആണ് നമ്മുടെ കറണ്ട്, മെയിൻ കറണ്ട്. സോ ഷണ്ടിൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ IA = IL + ISH എന്നാണ്. ഇനി ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് ആരുണ്ട്, V ഉണ്ട് അല്ല, ഇലക്ട്രിക്കലിൻ്റെ ഇൻപുട്ടാണ് VA. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ V ഉണ്ട്. പിന്നെ ഇവിടെ പാരലലാണ്, 2 ലോഡും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും പാരലൽ ആയതുകൊണ്ട് ISH എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, V/RSH എന്ന് കിട്ടും. അതുപോലെ IL എന്ന് പറയുന്നത് V/RL ലോഡും കിട്ടും, ലോഡ് റെസിസ്റ്റൻസ് RL. പിന്നെ പറയാനുള്ളത് പവറിൻ്റെ ഇക്വേഷൻ V × IA എന്നാണ്. പിന്നെ ഇത്രയാണ് മെയിനായിട്ട് ഷണ്ടിൽ. ഇനി സീരീസ് വൈൻഡിങ് നോക്കാം നമുക്ക്. ഇനി ഇവിടെ ജനറേറ്റഡ് വോൾട്ടേജ് EG എന്ന് പറയുന്നത് എന്ത് വരും, ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജാണ് ഏറ്റവും ഹയസ്റ്റ് വരിക. ആ ജനറേറ്റഡ് വോൾട്ടേജിൽ നിന്ന് കുറച്ച് പോർഷൻ നമുക്ക് ഇവിടെ ലോസസ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് റെസിസ്റ്റൻസിൻ്റെ അവിടെ ഡ്രോപ്പ്, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഡ്രോപ്പ് ആയിട്ട് പോകും. സോ ആ ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്ത് V+IARA എന്ന് പറയുന്നതാണ് ജനറേറ്റഡ് EMF EG. ഇനി നേരെ മറിച്ച് സീരീസ് ആണെങ്കിൽ എഗെയിൻ നമുക്കൊരു ജനറേറ്റർ കൺസിഡർ ചെയ്യാം. സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്സ്, സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ സീരീസ് ഫീൽഡ് വൈൻഡിങ്, ഇവിടെ ലോഡ് RL, ഇതാണ് ആർമേച്ചർ. ഇവിടെ IA വരുന്നുണ്ട്, ആർമേച്ചറിൽ നിന്ന് കറണ്ട് പോകും, ഇവിടെ V വരും. സോ ഇവിടെ ഇതാണ് നമ്മുടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് RSC. അപ്പോൾ ഇവിടെ IA = ആരാണ്, ISC ആണ്. സീരീസ് ആയതുകൊണ്ട് തന്നെ IAയും ISCയും ILഉം ഒക്കെ സെയിം ആണ്. പിന്നെ EG കാണാനുള്ള ഇക്വേഷൻ, ജനറേറ്റഡ് വോൾട്ടേജ് EG എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും, V+ അല്ലേ, IA ഡ്രോപ്പ് ഉണ്ട്, IA × RA + RSC. കാരണം RAയും RSC ഇപ്പോൾ എങ്ങനെയാണ്, സീരീസ് കണക്ഷനാണ്. സോ നമുക്ക് 2 റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യാം, സെയിം കറൻറ്റുമാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ RA + RSC × IAയും കൂടെ ചെയ്ത് കഴിഞ്ഞാണ് ടോട്ടൽ ജനറേറ്റഡ് വോൾട്ടേജ്. അപ്പോൾ ഈ പൊസിഷനിലാണ് നമ്മൾ ജനറേറ്റഡ് വോൾട്ടേജ് EG എടുക്കുക, ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ ഷണ്ടായി, സീരീസായി. ഇനി നമുക്ക് ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും നോക്കണം. നമുക്ക് ആദ്യം ഷോർട്ട് ഷണ്ട് നോക്കാം. കോമ്പൗണ്ടിൽ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ജനറേറ്റർ വരയ്ക്കുക. അപ്പോൾ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട്, അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് മെഷീൻസ് ആകുമ്പോൾ ഷണ്ടും ഉണ്ടാവും, സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് ഷണ്ട് ആയതുകൊണ്ട്
ഇവിടെ ഞാൻ ഷണ്ട് വൈൻഡിങ് വരച്ചു. ഇനി ഇവിടെ സീരീസ് വൈൻഡിങ് വരച്ചു. എന്നിട്ടാണ് ലോഡിലേക്ക് പോകുന്നത്. ആണ് ആർമേച്ചർ. ഇവിടെയാണ് IA. ഇവിടേക്ക് IA എന്താവും? ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ISHഉം ISC ആയിട്ട് സ്പ്ലിറ്റ് ആവും. ISC തന്നെയാണ് IL. ഇവിടെ RSC ഉണ്ട്, RSH ഉണ്ട്. ഇത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഇത് സീരീസ് ഫീൽഡ് വൈൻഡിങ്, ഇത് നമ്മുടെ ലോഡ്. അപ്പോൾ ഈ കേസിൽ ISH കാണുന്ന ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഷണ്ടായിരുന്നെങ്കിൽ V/RSH എന്നായിരുന്നു. കാരണം ഈ RSH ഇവിടെ കറക്റ്റ് Vക്ക് പാരലായിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പകരം ISH എന്ത് വരും? ഇതാണ് നമ്മുടെ V. ഈ Vയുടെ കൂടെ ഏത് ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം? V+ISC × RSC എന്നുള്ള ടേം കൺസിഡർ ചെയ്യണം. അതായത് V+ISC × RSC എന്ന് പറയുന്നതാണ് ഇവിടെ ഈ ഒരു പൊസിഷൻ. അതായത് IAക്ക് ശേഷമുള്ള ടോട്ടൽ വോൾട്ടേജ്. ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ RSH. അപ്പോൾ ഇതാണ് VA. ഇത്ര പൊസിഷൻ VA. ആ Vയുടെ കൂടെ ISC × RSC ഡ്രോപ്പും കൂടെ ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ RSH ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ISH കിട്ടും. ഓക്കെ. ഇനി ഇതിലെ EG കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ എങ്ങനെ വരും? V+ അല്ലേ, ടോട്ടൽ വോൾട്ടേജ് V+. ഡ്രോപ്പ് ഇവിടെ എന്തുണ്ട്? ആർമേച്ചറിൻ്റെ ഡ്രോപ്പ് ആദ്യം ഉണ്ട്, IA × RA പ്ലസ്. അപ്പോൾ ഇവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് EG. അപ്പോൾ ആദ്യം ടോട്ടൽ വോൾട്ടേജ്, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് V ഉണ്ട്, ആ VA പ്ലസ് ആർമേച്ചറിൻ്റെ ഡ്രോപ്പ് IA × RA പ്ലസ് പിന്നെ ഇവിടുത്തെ ഡ്രോപ്പ് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഡ്രോപ്പ് ISC × RSE. ഇതാണ് ഒരു ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മെഷീൻ്റെ ഇക്വേഷൻസ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ആരും കൂടി ഉണ്ട്, ലോങ് ഷണ്ട് ഇതുണ്ട്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് നോക്കാം. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ആകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ജനറേറ്റർ കൺസിഡർ ചെയ്യാം. ഇതിലും സീരീസ് ഫീൽഡും ഉണ്ട്, ഷണ്ട് ഫീൽഡും ഉണ്ടാവും, രണ്ട് വൈൻഡിങ്സും ഉണ്ടാവും. ഇവിടെ പ്രത്യേകത ലോങ് ഷണ്ട് ആയതുകൊണ്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഡയറക്റ്റ് ആർമേച്ചറിന് പാരലലായിരിക്കും. ഡയറക്റ്റ്ലി പാരലലാണ്, ലോഡിന് കറക്റ്റ് പാരലലായിട്ടാണ് വരിക. ഇതാണ് നമ്മുടെ ആർമേച്ചർ കറണ്ട് IA. ഇത് ISH, ഇവിടെ IL തന്നെയാണ് ISC. സോ ഇവിടെ IA = ISC അല്ലെങ്കിൽ IA = ISH + IL എന്ന് ഡിവൈഡ് ചെയ്യും. ISC ILഉം സെയിം ആണ്. സോ ISH + IL ആയിട്ടാണ് IA ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ISH = V/RSH, കാരണം ഇതാണ് ഡയറക്റ്റ് V. അപ്പോൾ V ടോട്ടൽ ഇവിടുത്തെ പാരലായിട്ട് കിടക്കുന്ന വോൾട്ടേജ് ബൈ അതിന് പാരലായ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് V/RSH ചെയ്യുമ്പോൾ ISH കിട്ടും. പിന്നെ ഇതിൻ്റെ EG എന്ന് പറയുന്നത് V+ IA RA എന്ന് മാത്രമായിരിക്കും വരിക അല്ലേ. Vയും പ്ലസ് ഇവിടുത്തെ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് EG. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ആയിട്ടുള്ള മെഷീൻസിൻ്റെ ഡയഗ്രാംസ്. അപ്പോൾ എല്ലാ ജനറേറ്റേഴ്സും ഇപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. സോ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഏത് കറസ്പോണ്ടിങ് ജനറേറ്റർ ചോദിച്ചാൽ ആ ഫിഗർ വരച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രോബ്ലം അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ആദ്യം ഫിഗർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓർമ്മയിൽ നിൽക്കും. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കാം. ആർമേച്ചർ, സീരീസ് ഫീൽഡ് ആൻഡ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിന് ഞാൻ RA എന്നാണ് എടുക്കുന്നത്. കറസ്പോണ്ടിങ് വാല്യൂസ് തന്നിട്ടുണ്ട് 0.06 ഓം. പിന്നെ RSE എന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡിൻ്റെ 0.03 ഓം. പിന്നെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ 110 ഓം. എപ്പോഴും പിന്നെ റെസിസ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പം എപ്പോഴും സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ് ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഏറ്റവും ഹയസ്റ്റ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. മിഡിലായിട്ട് നിൽക്കുന്ന ആളാണ് ആർമേച്ചർ റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഓർഡർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തരും സാധാരണഗതിയിൽ, പക്ഷേ നിങ്ങൾക്ക് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഇവിടെ ലോഡിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് സപ്ലൈസ് 100 ലാംപ്സ് റേറ്റഡ് അറ്റ് 250 വോൾട്ട് 40 വാട്ട്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 250 ആണ്. കാരണം നമ്മൾ
എപ്പോഴും ലാമ്പ്സ് എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോൾ ഒരു 100 ലാമ്പ് പാരലലി കണക്ട് ചെയ്യാണ് നമ്മൾ. 100 ഈ RL ആണ് ഇപ്പോൾ അവർ തന്നിരിക്കുന്നത്. RL എന്ന് പറയുന്നത് 100 ലാമ്പ്സ് ഓഫ് 40 watt ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് പവർ എത്ര വരും? ലോഡ് റെസിസ്റ്റൻസ് അല്ല, പവർ. ലോഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 100 ലാമ്പ്സ് ഓഫ് 40 watt. അപ്പോൾ ഒരു ബൾബിന് 40 watt ആണെങ്കിൽ 100 ലാമ്പ്സിൻ്റെ എത്ര വരും? 4000 അഥവാ 4 kilowatt എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പവർ. ഇനി ഫൈൻഡ് ദ ജനറേറ്റഡ് EMF ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അസ്യൂം ദാറ്റ് കോണ്ടാക്ട് ഡ്രോപ്പ് പെർ ബ്രഷ്. പെർ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മെഷീനിൽ അറ്റ്ലീസ്റ്റ് 2 ബ്രഷെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവ് ബ്രഷ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ബ്രഷ് ഉണ്ടാവുമല്ലോ. എന്നാലും നമുക്ക് 2 സൈൻ DC അല്ല, അപ്പോൾ ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ബ്രഷ് ഡ്രോപ്പ്, അപ്പോൾ അവർ പെർ ബ്രഷാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്രയായിട്ട് എടുക്കണം? 2 ബ്രഷ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബ്രഷ് ഡ്രോപ്പ് എത്രയാണ്? ഒരു ബ്രഷിൽ 1 volt ആണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ 2 ബ്രഷ് ആകുമ്പോൾ 2 volt ഉണ്ടാവും. അതാണ് VB. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EG ആണ്. PG കാണാനുള്ള ഇക്വേഷൻ V + IARA + ISC RSC എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് IA അറിയില്ല, ISC അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മെഷീൻ അല്ലേ? ISCയും ILും സെയിം ആണ്. അപ്പോൾ നമുക്ക് IL കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. IL കാണാനായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ അറിയാം നമുക്ക്. ലോഡ് പവർ എത്രയുണ്ട്? 4 kilowatt ഉണ്ട്. അപ്പോൾ PL ഡിവൈഡഡ് ബൈ അല്ലേ? പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? PLന് 3 ഇക്വേഷൻസ് ഉണ്ട്. V × IL അല്ലെങ്കിൽ V²/RL അല്ലെങ്കിൽ I²RL. ഇതാണ് 3 ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് I ആണ് ഇപ്പോൾ കാണേണ്ടത്, ഐയുടെ ടേംസിലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? PL/RLൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് PL/RL ആണ് IL. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റൂട്ട് ഓഫ് 4 kilowatt ആണ്. അപ്പോൾ നിങ്ങൾ കിലോ എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ മറക്കരുത്. റെസിസ്റ്റൻസ് എത്രയായിരുന്നു RL? സോറി, നമുക്ക് വോൾട്ടേജ് ബൈ കറണ്ട് അങ്ങനെ എടുത്താലും മതി അല്ലേ? എളുപ്പം കുറച്ചും കൂടെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. IL = P out എന്നോ PL എന്നോ എന്ത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. P out by V എടുത്താൽ മതി. അപ്പോൾ 4 × 10⁻³ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എത്രയായിരുന്നു? 250 volt അല്ല, ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. 4000/250 ചെയ്യാം. 16 ampere എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ IL കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് IL കിട്ടിക്കഴിഞ്ഞാൽ IA അറിയാമെന്ന് നോക്കാം. ഓക്കെ, IA അറിയണം. IA കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണം? ISHും കിട്ടണം, ILും കിട്ടണം. അപ്പോൾ ഈ IL തന്നെയാണ് ISE. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ IL കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ISH കണ്ടുപിടിക്കാം. ISH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V + ISC RSC/RSH എന്നാണ്. അപ്പോൾ Vയുടെ സ്ഥാനത്ത് 250 പ്ലസ് ISCയുടെ പ്ലേസിൽ 16 അല്ലേ? 16 ആണ് ISC × RSE 0.03. കറസ്പോണ്ടിങ്ങിലുള്ള വാല്യൂസ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RSH 110. അപ്പോൾ ഇതും നിങ്ങൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. 250 പ്ലസ് ഇത് ബ്രാക്കറ്റിൽ ഇടാൻ ശ്രദ്ധിക്കണം. 2 ക്വാണ്ടിറ്റീസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ പ്രത്യേകം അത് ബ്രാക്കറ്റിൽ തന്നെ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ കൊടുക്കുക. ഡിവൈഡഡ് ബൈ 110. ആൻസർ എന്ന് പറയുന്നത് 2.277. 2.277 എന്ന് പറയുമ്പോൾ 2.28 ആംപിയർ എന്ന് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ISH IL. ഇനി IA കണ്ടുപിടിക്കാം. IA = ISH + IL ആണ്. അതായത് 2.28 പ്ലസ് 16 എത്ര വരും? 18.28 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ആർമേച്ചർ കറണ്ട് കിട്ടി. ഇനി നമുക്ക് EG കണ്ടുപിടിക്കാം. EGയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V + 250 പ്ലസ് IA × RA ഒക്കെ ബ്രാക്കറ്റിലിടുക. 18.28 ×
RA 0.06 പ്ലസ് ISC ഇൻറ്റു RSC. ISC എന്ന് പറയുന്നത് ISE എന്ന് പറയുന്നത് 16 ഇൻറ്റു അല്ലേ, ISC എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു RSC 0.03. ഈ വാല്യൂ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള അതേപോലെ ബ്രാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. 18.28 ഇൻറ്റു 0.06 പ്ലസ് അടുത്ത ബ്രാക്കറ്റിനുള്ളിൽ 16 ഇൻറ്റു 0.03. ആൻസർ എന്ന് പറയുന്നത് 261.29 വോൾട്ട് എന്ന് കിട്ടും. യൂണിറ്റ്സ് എഴുതുക. കറണ്ട് ആണെങ്കിൽ ആംബിയർ, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട്. ഇതായിരുന്നു ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മെഷീൻ്റെ പ്രോബ്ലം. ജാനുവരി 2017 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു പാർട്ട് ബിയിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഇതാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടിൻ്റെ ആ പ്രോബ്ലം. ഇതെല്ലാവരും വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ നമുക്കിനി വേറെ നെക്സ്റ്റ് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ മൊഡ്യൂളിലത്തെ.